am telling from that time that without now the motor is still on. You can see, but these criminals offed. I don't know how these criminals are offing actually. These criminals are offing my motor without like without our consent, without our knowledge. I don't know how this motor is getting off actually. എന്നും ഇങ്ങനെ മോട്ടർ ഓഫ് ആക്കല ജോലി. നമ്മൾ ഓൺ ആക്കിയിരിക്കുന്ന മോട്ടർ എന്നും ഓഫ് ആക്കുക എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കണ്ടില്ലേ, ഇതിപ്പോഴും ഓണാണ്. വെള്ളം ഓവർഫ്ലോ ആവുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ മോട്ടർ എപ്പോഴും ഓഫ് ആക്കുക. ഇത് ഓൺ ആണ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഇത് ഓഫ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് ഓഫ്. ഓക്കെ, ഇതാണ് ഓണ്. ഓണാ ഇങ്ങനെ ഓഫ് ആക്കുക, ഓൺ ആക്കുക. ഭയങ്കര രോഗമാണ്. നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുന്ന മോട്ടർ ഓഫ് ആക്കുക. എന്തുവാന്നറിയത്തില്ല. നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുന്ന മോട്ടർ ദിവസം ഓഫ് ആക്കുക. ഇന്ന് 2 പ്രാവശ്യം ക്യാമറ ഓഫാക്കി. എൻ്റെ വീട് ഇതാണ്. ഞാനും എൻ്റെ അമ്മയുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്കറിയാം, ഇതാണ് അടുക്കളയിലെ ക്യാമറ. എൻ്റെ അമ്മ അവിടെ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എന്തുവാ നമ്മുടെ മോട്ടർ ഓഫാക്കാൻ ഇവന്മാരാരാ? നിങ്ങളുടെ വീട്ടിലിങ്ങനെ മോട്ടർ ഓഫാവുമോ തന്നെത്താനെ? നിങ്ങൾ ഓണാക്കിയ മോട്ടർ നിങ്ങൾ ഓഫ് ചെയ്യാതെ നിങ്ങളുടെ മോട്ടർ ഓഫാവുമോ? നിങ്ങളുടെ മോട്ടർ ഓഫാവുമോ? ഞങ്ങളുടെ മോട്ടർ ഓഫാക്കുക, ഞങ്ങളുടെ ക്യാമറ ഓഫാക്കുക. അല്ല, നമ്മുടെ മോട്ടർ എന്തിനാ വല്ലൊരു എങ്ങനെ ഇത് ഓഫ് ആവുന്നത്? വേറെ ആരുടെ ഓഫ് ആവുന്നില്ലല്ലോ. നമ്മുടെ മോട്ടർ ഇതെങ്ങനെ ഓഫ് ആവും? നമ്മുടെ ക്യാമറ 2 പ്രാവശ്യം ഇന്ന് ഓഫ് ചെയ്തത്. ഇവനൊക്കെ ആരാ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാനും ഒക്കെ? ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ക്യാമറ എങ്ങനെ ഓഫ് ആവാനാ? ആ മനുഷ്യനെ കൊല്ലാനാ ഇങ്ങനെ പണ്ട് നോക്കിയതാ. ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെന്ന് പറഞ്ഞ് എന്നെ അങ്ങ് റെഡിയാക്കി അങ്ങ് കെട്ടിത്തൂക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അതിനങ്ങ് കുട്ടച്ചാരങ്ങ് പാട്ടായിരുന്നു. പ്രമാണം വെച്ച് വത്തു എഴുതിയെന്ന് പറഞ്ഞങ്ങ് പാട്ടായിരുന്നവൻ. പക്ഷേ പാട്ടൊന്നും നടന്നില്ല. വത്തു എഴുതി വെച്ചിരിക്കുന്നത് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടായിരുന്നു. പാട്ട് പാടി ഒന്നും നടന്നില്ല. പാട്ട് പാടി അങ്ങ് നടപ്പായിരുന്നു. എന്നെ അങ്ങ് ഏതാണ്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ഞാൻ ഏതാണ്ടെല്ലാം എടുത്തങ്ങ് പണയം വെച്ച് തിന്നെന്ന് പറഞ്ഞുകൊണ്ട് കഥയുണ്ടാക്കാൻ അവനങ്ങ് പാട്ടായിരുന്നു. പാട്ട് പാടി നടക്കുമായിരുന്നു. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് ഒത്തിരി പേരെ ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നുണ്ട് അതുപോലെ. അപ്പം പിന്നെയും മോട്ടർ ഓഫാക്കിയിരിക്കുക. കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഓഫ് ചെയ്തത് നമുക്കൊന്നറിയണം. ഒന്നറിയണ്ടായോ നമ്മുടെ മോട്ടർ എങ്ങനെ ഓഫാകുമെന്നുള്ളത്? ഇത് ഓഫാക്കി ഞാൻ ഓണാക്കി വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഇത് ഓവർഫ്ലോ ചെയ്യുന്നത് എങ്ങനെ ഈ ഓഫാകുന്നത് നമുക്കൊന്നറിയണ്ടായോ? ഇതെന്തുവാന്നുള്ളത്. അങ്ങനെ നമ്മൾ ഓഫ് ചെയ്യാതെ നമ്മുടെ മോട്ടർ എങ്ങനെ ഓഫ് ആവുന്നതെന്ന് പല പരിപാടികളാണ് കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മുടെ മോട്ടർ ഓഫ് ആവുന്ന ഈ കറക്റ്റ് സമയത്ത് നമുക്കൊന്നറിയണ്ടായോ? അപ്പം എന്താ ഇത് റിമോട്ട് കൺട്രോളോ ചിപ്പും ഒക്കെ വെച്ച് എന്തൊക്കെയോ പരിപാടികളൊക്കെയാണ്. ഞാൻ ഓണായി തന്നെ കിടക്കുക. നമ്മുടെ ഇത് കണ്ടില്ലയോ? ഓണായി തന്നെ കിടക്കുക. ഇതാ ഓഫ്. ഓണായി. പിന്നെ ഇങ്ങനെ ഓഫാക്കുക നമ്മുടെ മോട്ടർ. ഇവരെന്തിനാണ് ഓഫ് ചെയ്യേണ്ടത്? കണ്ടവൻ എങ്ങനെ ഇത് ഓഫാവുന്നേ നമുക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഓഫാവുന്നേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ ഓഫാവുന്നതെന്ന്. നമ്മുടെ സാധനം ഓഫ് ചെയ്യേണ്ട കാര്യം ഇവർക്ക് എന്തുവാ? കണ്ടവർക്ക് ഇങ്ങനെ പലതും. നമ്മുടെ ക്യാമറ ഓഫാക്കുക അങ്ങനെ പല കാര്യങ്ങളാണ്. വേറെ എങ്ങും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്. പണ്ട് കൊട്ടാരക്കരക്കാരിയുടെ ഇതുപോലായിരുന്നു. കൊട്ടാരക്കരക്കാരി ഒരുത്തിയുടെ